യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അതെ, നിങ്ങളൊക്കെ വള ഊരി കൊടുത്തു അല്ലേ? ഞാൻ ഊരി കൊടുത്തൊന്നുമല്ല, അവളത് പിടിച്ചു വാങ്ങിച്ചതാ. ഓ പിന്നെ എന്നാ പിന്നെ ഈ മാലിംഗതാ, ഇത് വിറ്റാലും പണം കിട്ടും. എന്താ നീ കാണിക്കുന്നേ? എന്താടാ നീ കാണിക്കുന്നേ? കൈ എടുക്കടാ. അമ്മയുടെ മാലയെ തൊട്ട നിന്റെ കൈ ഞാൻ വെട്ടും. ഓ, നിനക്ക് എന്തോ ആവാ, നീ അമ്മയുടെ വള ഊരിയെടുത്തില്ലേ? അപ്പോ എനിക്ക് അമ്മയുടെ മാല ഊരിയെടുക്കാം. പെൺമക്കൾക്കാണ് അമ്മയുടെ സ്വത്തിന്റെ അവകാശം. അതുകൊണ്ട് സ്വർണ്ണമൊക്കെ എനിക്കാ, താലിമാല എനിക്ക് അവകാശപ്പെട്ടത് തന്നെയാ. അങ്ങനെ നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? ഞാനാവുമ്പോ പണയം വെക്കേയുള്ളൂ. നീ കിട്ടിയതൊക്കെ വിറ്റ് തൊലച്ചിട്ടല്ലേ ഉള്ളൂ. നിനക്ക് പുക വലിച്ച് കയറ്റാനല്ലേ ഈ കാശ്. ആദ്യം ഇനി ഇവിടെ നടക്കില്ല. എടി, നിനക്ക് വല്ലാണ്ടൊപ്പം കറങ്ങി നടക്കാനല്ലേ? നീ കാരണം എനിക്കാ നഷ്ടം മുഴുവനും. യു ബ്ലഡി. ഒന്ന് നിർത്തുന്നുണ്ടോ? നിനക്കിപ്പോ എന്റെ താലിമാല വേണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഊരി തരാം, പോരെ? എന്നാൽ എന്റെ സ്വഭാവം മാറും. നിങ്ങൾക്ക് ഈ വൃത്തിയായിട്ടവരോട് അല്പം സ്നേഹക്കൂടലുണ്ടെന്ന് എനിക്കറിയാം. പുത്രവാത്സല്യം അത് വേണ്ട. അങ്ങനെയാണെങ്കിലേ ഇവനെ ഞാനങ്ങ് അവസാനിപ്പിക്കും. എന്നെ അറിയാലോ, അതുകൊണ്ട് സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. പോടാ. നീ എന്നോട് മുട്ടാൻ വരണ്ട, നിന്റെ ജീവിതം ഞാൻ ഇല്ലാതാക്കും. നോക്കി പേടിപ്പിക്കാതെ ഇറങ്ങി പോടാ. പോ. നിന്നോടല്ലേ പറഞ്ഞിറങ്ങി പോവാൻ? ഞാൻ അറിയാതെ ഒരു ചില്ലി കാശവന് കൊടുത്തു പോരുത്, പറഞ്ഞേക്കാം. കമ്മീഷണറുടെ വീടല്ലേ ഇത്? കമ്മീഷണറുടെ വീടല്ല, ഇത് അരവിന്ദന്റെ വീടാ. എന്താ കാര്യം? അല്ല, കമ്മീഷണർ ഇവിടെ വരാറുണ്ടെന്ന് അറിഞ്ഞു, അതുകൊണ്ട് ചോദിച്ചാ. അതെ, ഇവിടെ പലരും വരും. അതിന് നിങ്ങൾക്കെന്താ? നിങ്ങൾ ആരാ അതൊക്കെ അന്വേഷിക്കാൻ? നീ അകത്ത് പോകുന്നുണ്ടോ? ഞാൻ സംസാരിച്ചോളാം. വേണ്ട, ഞാൻ സംസാരിച്ചോളാം. നിങ്ങൾ അകത്ത് പോയി ബാക്കി കൂടി എടുത്ത് വിഴുങ്ങ്. ഇവിടെ നിന്ന് ബാക്കിയുള്ളവരെ കൂടി പറയിപ്പിക്കണ്ട. അത് അച്ഛനാണോ? താൻ വന്ന കാര്യം പറയടോ.
കമ്മീഷണറുടെ വീടാണ് തന്നെ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്താ. ഇവിടെ കമ്മീഷണർ വരാറുണ്ടോന്നാണെങ്കിൽ ഉണ്ട്. അങ്ങേര് ഞങ്ങളുടെ അമ്മാവനാ. ഓ, ഇനി എന്താ അറിയണ്ടേ? ഞാൻ അഡ്വക്കേറ്റ് അർജുൻ. എനിക്ക് കമ്മീഷണറെ ഒന്ന് കാണണമായിരുന്നു. ആ ദേ ആള് വരുന്നുണ്ട്. ചോദിക്കാനുള്ളത് നേരിട്ടായിക്കോ. ഞാൻ വിചാരിച്ച പോലെ റിയൽ എസ്റ്റേറ്റ് കാര്യമായിരിക്കും. നീ എന്താ ഇവിടെ? നീ എങ്ങനെ ഇവിടെത്തി? വെറുതെ ചുമ്മാ സ്ഥലവും പരിസരവും ഒക്കെ അറിഞ്ഞു വയ്ക്കാന്ന് കരുതി. എന്താ തനിക്ക് മാത്രമേ ഇതൊക്കെ കഴിയുള്ളൂ എന്ന് കരുതി? ഹലോ, തന്റെ കുടുംബത്തിലുള്ളവരൊക്കെ ചെറ്റകളാണല്ലോ. വീട്ടിൽ വരുന്നവരോട് മര്യാദയ്ക്ക് പെരുമാറാൻ അറിയില്ലല്ലോ. എന്താ നീ പരിഹസിക്കണോ? എന്റെ വീട്ടിൽ നിന്ന് നീ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാ മതി. വിളിക്കാതെ വലിച്ചു കയറി വരുന്നവനോട് ഇത്രയൊക്കെ മാന്യതയെ കാണിക്കും. ഓ, അപ്പോ തനിക്ക് മാന്യതയുണ്ട്. അല്ലാതെ ആ മാന്യതയും ബഹുമാനവും പുറത്ത് കാണുന്നില്ല എന്ന് മാത്രം. ഒരു ഭയമാണല്ലോ ഈ മുഖത്ത് കാണുന്നത്. താൻ രഹസ്യമായി നടത്തുന്ന ഓരോ പ്രവൃത്തിയും ഞാൻ പുറത്തു കൊണ്ടുവരുമെന്നുള്ള ഭയം കൊണ്ടുള്ള പതർച്ചയുണ്ടല്ലോ ആ മുഖത്ത്. നിനക്ക് ഇവിടെ എന്താ കാര്യം? നീ ഇപ്പൊ ഇവിടുന്ന് പോ. ഇതെന്റെ പേഴ്സണൽ സ്പേസ്. ഇവിടെ നമ്മൾ തമ്മിൽ ഒരു സംസാരവും വേണ്ട. ഞാനേ സന്ധി സംഭാഷണത്തിനൊന്നും വന്നതല്ല. തന്റെ താവളത്തിൽ വന്ന് ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇനി എന്ത് ചെയ്യുമ്പോഴും ഓർക്കുക, തനിക്ക് വേണ്ടപ്പെട്ടവരായ ചിലരുണ്ട്. അവർക്ക് വേദനിച്ചാ തനിക്കും വേദനിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ കുടുംബത്ത് കയറി കളിക്കരുത്. കളിച്ചാൽ താൻ ഒളിച്ചു പിടിച്ചതും മറച്ചു പിടിച്ചതും എല്ലാം ഞാനങ്ങ് വാരി പുറത്തിടും. തനിക്ക് വിദ്യാഭ്യാസവും ഉന്നത ബിരുദങ്ങളും സമൂഹത്തിൽ മാന്യതയും ഒക്കെ ഉണ്ടെങ്കിലും വിവരം കുറവാണ്. അതാ ദേ ഇങ്ങനെ നിന്ന് വേർക്കുന്നത്. തന്റെ അഹങ്കാരമാ എന്നെ ഇവിടം വരെ എത്തിച്ചത്. അധികാരത്തിന്റെയും സമ്പത്തിന്റെയും അന്ധതയിൽ താൻ കാട്ടിയ ഓരോന്നിനും ഞാൻ തിരിച്ചു ചെയ്യാൻ തുടങ്ങിയാൽ താൻ ഉണ്ടാവില്ല. എന്റെ കുടുംബത്തിൽ താൻ കയറി കളിക്കുന്ന കളി ഞാനും തുടങ്ങുമെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ ഇവിടെ വരെ വന്നത്. ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തിക്കരുത്. ഓട്ടേടോ കമ്മീഷണറെ.